രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാനാവാത്ത പേര് രാമൻ ശങ്കർ. സാധാരണ ജനങ്ങളിൽ നിന്നുയർന്നു വന്ന് സമൂഹനീതിക്കായി ജീവിതം സമർപ്പിച്ച് പിന്നോക്ക സമുദായത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തിയ ആദ്യ വ്യക്തി. കോൺഗ്രസിന്റെ ആദ്യ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയും എന്ന സവിശേഷതയും അദ്ദേഹത്തിനുണ്ട്. 1909 കൊല്ലം ജില്ലയിൽ ജനിച്ച് സാധാരണ ജനങ്ങളിൽ നിന്ന് വന്ന അദ്ദേഹം അധ്യാപകനും അഭിഭാഷകനും കൂടിയായിരുന്നു. 1938 തിരുവിതാംകൂറം സ്റ്റേറ്റ് അംഗം, 1944 SNDP യോഗം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 1948 തിരുവിതാംകൂർ നിയമസഭയിലും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലും വന്നു. 1949 തിരുക്കൊച്ചി സഭാംഗം, 1959 KPCC പ്രസിഡന്റായി ചുമതലയേറ്റു. 1960 കണ്ണൂരിൽ നിന്നും നിയമസഭയിലേക്ക്. പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയും R ശങ്കർ ഉപമുഖ്യമന്ത്രിയുമായി. 1962 കേരളത്തിന്റെ മൂന്നാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. വിദ്യാഭ്യാസ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുകയും പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്ത അദ്ദേഹം എല്ലാവർക്കും സമത്വം ഉറപ്പിക്കാനും ശ്രമിച്ചു. വിധവാ പെൻഷൻ അടക്കമുള്ള പല ക്ഷേമ പദ്ധതികളും ശങ്കറിന്റെ കാലത്താണ് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. വിദ്യാഭ്യാസ പരിഷ്കാര നടപടികൾ ഭരണ മികവിനുള്ള തെളിവായി തന്നെ കാണാൻ പറ്റും. വ്യവസായവൽക്കരണം, വൈദ്യുതോൽപാദനം തുടങ്ങിയവയിലും മികച്ച സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു. 1962 മുതൽ 1964 വരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്. ചവറ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. 1962 മുതൽ 1964 വരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്. ചവറ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചിലരുടെ പരാതി ഞാൻ തെളിഞ്ഞു നടക്കുന്നു എന്നതാണ്. എന്റെ നട്ടല് സ്വതേ നിവർന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് സൃഷ്ടിച്ച ബ്രഹ്മാവിനോട് പോയി ചോദിക്കണം. എന്റെ അനാട്ടമി അങ്ങനെയായതിൽ ഞാൻ കുറ്റവാളിയല്ല. 1964 അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടി പ്രസംഗമാണിത്. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശങ്കറിന്റെ ചങ്കൂറ്റം വ്യക്തമാക്കുന്ന വാക്കുകളാണിവ. അവിശ്വാസ പ്രമേയത്തിലൂടെ മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്ന ഏക കേരള മുഖ്യമന്ത്രിയും R ശങ്കർ തന്നെയായി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു. കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള മുൻ മുഖ്യമന്ത്രി 63-ാം വയസ്സിൽ വിട പറഞ്ഞു.